നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. കൊല്ലപ്പെട്ട ദമ്പതികളുടെ പെൺമക്കൾക്ക് സാമ്പത്തിക സഹായം നൽകാമെന്ന് ചെന്താമര അറിയിച്ചതായി നിയമസഹായവേദിയുടെ മിറ്റിഗേഷൻ റിപ്പോർട്ട്. അഭിഭാഷകർക്ക് മുന്നിൽ കരഞ്ഞതായും പരാമർശം. പ്രതിയെ സഹായിക്കാൻ റിപ്പോർട്ടിൽ ശ്രമമെന്ന് പ്രോസിക്യൂഷൻ കുറ്റപ്പെടുത്തി. മിറ്റിഗേഷൻ റിപ്പോർട്ടിലെ ചില കണ്ടെത്തലുകളിൽ കോടതിയും സംശയം പ്രകടിപ്പിച്ചു. 14-15 തീയതികളിൽ ചെന്താമരയെ ജയിലിൽ സന്ദർശിച്ച നിയമസഹായവേദി അഭിഭാഷകരായ വിജിൻ, രാധാകൃഷ്ണൻ എന്നിവർ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടും ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് ഡിഫൻസ് കൗൺസിൽ തയ്യാറാക്കിയ മിറ്റിഗേഷൻ റിപ്പോർട്ടും കോടതി പരിഗണിച്ചു. മലമ്പുഴ ജില്ലാ ജയിലിലെ കൂടിക്കാഴ്ചയിലെ 2ാം ദിനം മനസ്സു തുറന്ന ചെന്താമര ഭാര്യയും മകളുടെയും പേര് പറഞ്ഞു കരഞ്ഞു. വെട്ടുകത്തികൊണ്ട് അതിക്രൂരമായി കൊലപ്പെടുത്തിയ സജിത സുധാകര ദമ്പതികളുടെ മക്കളുടെ സാമ്പത്തിക ചെലവ് ഏറ്റെടുക്കാമെന്ന വിചിത്രവാദവും ചെന്താമര മുന്നോട്ട് വച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. പ്രതി പറഞ്ഞത് മാത്രം രേഖപ്പെടുത്തിയ റിപ്പോർട്ടിൽ വസ്തുതകളൊന്നുമില്ല. വിചാരണയിലുടനീളം പശ്ചാത്താപമോ മനസ്താപമോ ചെന്താമര പ്രകടിപ്പിച്ചിട്ടില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. മിറ്റിഗേഷൻ റിപ്പോർട്ടിലും തെറ്റുകൾ അനവധിയുണ്ട്. അതാണ് മിറ്റിഗേറ്റിംഗ് റിപ്പോർട്ടിൽ പറയുന്ന എല്ലാ പോയിന്റ്സും, പറഞ്ഞിരിക്കുന്ന ഒരുപാട് പോയിന്റ്സും അവരുടെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ അതിനെപ്പറ്റി ഡിസ്കഷൻ ഇല്ല. അയാൾ പറഞ്ഞതായിട്ടും പറയുന്നില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ അവരുടെ ഒപ്പീനിയൻ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു കള്ളത്തരം ഉണ്ടെന്നൊന്നും പറയുന്നില്ല. അതൊരു ഒപ്പീനിയനാണ് അവരുടെ. പാപിയല്ല പാപത്തെയാണ് വെറുക്കേണ്ടതെന്ന ബൈബിൾ വാക്യം ഉദ്ധരിച്ച് വധശിക്ഷയിൽ നിന്നും ഇളവ് വേണമെന്നായിരുന്നു ചെന്താമരയുടെ അഭിഭാഷകന്റെ വാദം. 1 മണിക്കൂറോളം നീണ്ട വാദം പൂർത്തിയാക്കിയ കോടതി അന്തിമവിധി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതായി അറിയിച്ചു. ഈ മാസം 20-ാം തീയതി തിങ്കളാഴ്ച അതിവേഗ കോടതി ജഡ്ജി കെനത്ത് ജോർജ് ശിക്ഷാവിധി പുറപ്പെടുവിക്കും. കൈരളി ന്യൂസ്, പാലക്കാട്.